നാട്ടിലേക്ക് പോകാനുള്ള ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇന്ന് പറയുമ്പോൾ ഏതാ ഡേറ്റ് എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. വീട്ടിലെത്തിച്ചാൽ ഇത് എപ്പോഴാണ് പോസ്റ്റ് ചെയ്യാന്നുള്ള ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നേ ചോക്ലേറ്റിനും നട്ട്സിനും ഒക്കെ കൂടി. കാരണം ഇപ്പോൾ എല്ലാവരും വെക്കേഷൻ നാട്ടിലേക്ക് പോകുന്ന സമയമായതുകൊണ്ട് ചോക്ലേറ്റിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി കുറേ ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ലാസ്റ്റ് എത്ര സാധനങ്ങൾ വാങ്ങിക്കൂട്ടി എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എത്തിഹാദ് ഫ്ലൈറ്റിനാണെങ്കിൽ 25 കിലോ മാത്രമേ ലഗേജ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സാധനങ്ങളൊക്കെ കുറേ തിരിച്ച് റൂമിലേക്ക് തന്നെ ഇടേണ്ടി വന്നു. അങ്ങനെ ചോക്ലേറ്റൊക്കെ വാങ്ങിക്കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ഇതൊക്കെ ഇനി പാക്ക് ചെയ്യണം. ഓൾറെഡി വാങ്ങിച്ച് വെച്ച കുറേ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഒരു ബാമിനൊക്കെ എന്താ വില എന്നറിയാം. ഞാനൊരു റീല് കണ്ടിട്ടുണ്ടായിരുന്നേ. ഒരു ബാമിന് 8 ദിർഹംസ് ആണെന്നൊക്കെ പറയുമ്പോൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ചിലവർക്കൊക്കെ ഒന്ന് തോന്നാറുണ്ടാവും ഇതെന്താണ് ഒരു ബാമൊക്കെയാണോ കൊണ്ടുവന്നതെന്ന്. പക്ഷേ ഒരു ബാം എന്നൊക്കെ പറയുന്നത് 10-200 രൂപ വരും നാട്ടിലത്തെ. അതുകൊണ്ട് ഒന്നും നിസ്സാരമായിട്ട് കാണരുത്. അങ്ങനെ ഞങ്ങൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്തു. പെട്ടിയിൽ എന്താ പറയുക 25 കിലോ ആയതുകൊണ്ട് കുറച്ച് പാടായിരുന്നു എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഇനി ഇതൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് നാട്ടിലെത്തേണ്ട ആ ജേണി ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് സ്ട്രെസ് ആകുമായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നേരെ ടാക്സി പിടിച്ചിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഡയറക്റ്റ് ബസ് കിട്ടും അബുദാബി എയർപോർട്ടിലേക്കുള്ളത്. അങ്ങനെ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ നിന്ന് വീണ്ടും ഫ്ലൈറ്റിൽ ബാംഗ്ലൂരേക്ക് പോയി. ബാംഗ്ലൂരായിരുന്നു ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അനിയൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അനിയൻ എന്നെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ. അവൻ എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് അവിടുന്ന് വീണ്ടും ബസ്സാണ് നാട്ടിലേക്ക്. ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് നേരെ ഒരു ഉറങ്ങി കഴിയുമ്പോഴേക്കും നാട്ടിലെത്തുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ബസ്സൊക്കെ ബുക്ക് ചെയ്തത്. പക്ഷേ റോഡൊക്കെ നല്ല പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ട് ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല കുലുക്കായിരുന്നു. അങ്ങനെ നാട്ടിലേക്ക് എത്തി. നാട്ടിൽ നിന്ന് ഞങ്ങൾ തലശ്ശേരിക്ക് ബസ് ഇറങ്ങി. തലശ്ശേരിയിൽ നിന്ന് നേരെ അച്ഛൻ കൂട്ടാൻ വേണ്ടി നേരെ വീട്ടിലേക്ക് പോയി. സിന്ധ്യയുടെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ